എന്തൊക്കെ വർത്താനം. എനിക്കൊരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ ഷോർട്സിൽ നിന്ന് അല്ലെങ്കിൽ റീൽസിൽ നിന്ന് വന്നവരാക്കാരം. കാരണം ഞാൻ ഈ അക്കൗണ്ട് ഇപ്പോൾ കുറച്ച് നേരം മുന്നേ തുടങ്ങിയിട്ടുള്ളൂ. ഈ ചാനൽ ഇതിനകത്ത് 0 സബ്സ്ക്രൈബേഴ്സാണ്. എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ ലീഗ് എന്താണെന്നും നിങ്ങൾക്ക് എങ്ങനെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്നൊക്കെ ഞാനത് കൃത്യമായിട്ട് പറഞ്ഞുതരാൻ പോവാണ്. നിങ്ങൾക്ക് ഫാൻറ്റസി ഫുട്ബോളിനെ കുറിച്ച് ഒരു തേങ്ങ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ടെല്ലാം പറഞ്ഞുതരാം. സോ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഇത് ഫിഫയുടെ ഒഫീഷ്യലായിട്ടുള്ള ഒരു ഫാൻറ്റസി ലീഗാണ്. അത് നമുക്ക് play.fifa എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയാൽ, അല്ലെങ്കിൽ നമുക്ക് ഫിഫൻ്റെ ഒരു ആപ്പ് ഉണ്ട്. ഈ ഒരു ആപ്പിൽ പോയാൽ നമുക്ക് ഗെയിം സെക്ഷനിലോട്ട് പോയാൽ നമുക്ക് ഫാൻറ്റസി ലീഗ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. വേൾഡ് കപ്പിൻ്റെ ഫാൻറ്റസി ലീഗ്. നമ്മളതിൽ സാധാ പോലെ രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം നമുക്കൊരു ടീം ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അവിടെ 15 പ്ലേയേഴ്സിനെ നമുക്ക് വാങ്ങാൻ സാധിക്കും. ഞാൻ കുറച്ചുകൂടി ഈസിയായി പറഞ്ഞുതരാം. അതായത് നമുക്ക് ഒരു ചിലവുമില്ല. ജസ്റ്റ് നമുക്ക് ഒരു 100 മില്യൺ വിർച്വലായിട്ടുള്ള പൈസ ഉണ്ടാവും. നമ്മളെ ശരിക്കുള്ള പൈസ അല്ല, സാധാ ഒരു 100 മില്യൺ ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് ഇന്ന പ്ലേയേഴ്സിനെ വാങ്ങാൻ പറ്റും. കാരണം ഇപ്പോൾ അതിപ്പോൾ മെസ്സിക്ക് റൊണാൾഡോക്ക് 10 മില്യണാണ്. നമുക്ക് 10 മില്യൺ കൊടുത്താൽ നമുക്ക് അവരെ സ്വന്തമാക്കാൻ പറ്റും. അങ്ങനത്തെ രീതിയിലാണ് ഈ ഒരു ടീം ബിൽഡിംഗ് വരുന്നത്, ഈ ഒരു ഫാൻറ്റസി ലീഗ് വരുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് നമ്മളെ 15 പ്ലേയേഴ്സിനെ നമുക്ക് ഇഷ്ടമുള്ള പ്ലേയേഴ്സിനെ വാങ്ങാം. എന്നിട്ട് എന്നിട്ട് ഈ വാങ്ങുന്ന പ്ലേയേഴ്സിൻ്റെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും നമുക്ക് പോയിൻറ്റ്സ് കിട്ടുക. പോയിൻറ്റ്സ് കിട്ടുന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഫസ്റ്റ് നമ്മൾ 2 കീപ്പർമാരെ വാങ്ങുക. അതിനുശേഷം നമ്മൾ ഡിഫൻഡർമാർ, മിഡ്ഫീൽഡർമാർ, പിന്നെ ഫോർവേഡ്സ്. നമ്മൾ 15 പ്ലേയേഴ്സ് ഉണ്ടാവും. 11 ആൾക്കാർ സ്റ്റാർട്ടിംഗ് ലെവലിലും അതുപോലെ 4 സബ്സ്റ്റിറ്റ്യൂട്ട്സും. അപ്പോൾ നമ്മൾ ടൂർണമെൻറ്റിൽ ഫസ്റ്റ് എത്തണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് കിട്ടുന്ന ആളാണ് ഫസ്റ്റ് എത്തുക. ഇനി പോയിൻറ്റ്സിലേക്ക് കടക്കാം. ഇതാണ് പോയിൻറ്റ്സിൻ്റെ ക്രൈറ്റീരിയ. അതായത് എല്ലാ പ്ലേയേഴ്സിനും ബാധകമായിട്ടുള്ള പോയിൻറ്റ്സിൻ്റെ ക്രൈറ്റീരിയ ആണ്. അതായത് 60 മിനിറ്റ് വരെ കളിച്ചാൽ 1 പോയിൻറ്റ് കിട്ടും. 60 മിനിറ്റിൽ കൂടുതൽ കളിച്ചാൽ 1 പോയിൻറ്റും കൂടി കിട്ടും. അപ്പോൾ 2 പോയിൻ്റ് ആവും. അതിനുശേഷം ഒരു അസിസ്റ്റ് കൊടുത്താൽ, അതിപ്പോൾ ആരാണെങ്കിലും, ഇപ്പോൾ കീപ്പർ മുതൽ ഫോർവേഡ് വരെ ഏത് പ്ലെയറും അസിസ്റ്റ് കൊടുത്താൽ അവർക്ക് 3 പോയിൻറ്റ് എക്സ്ട്രാ കിട്ടും. അതിനുശേഷം അവരെ ഫൗൾ ചെയ്തുകൊണ്ട്, അതായത് ഇപ്പോൾ മെസ്സിയെ ഫൗൾ ചെയ്ത ഒരാൾ, അപ്പോൾ മെസ്സിക്ക് ഒരു പെനാൽറ്റി കിട്ടി, മെസ്സിക്കാണ് പെനാൽറ്റി കിട്ടിയത്, അങ്ങനെ പറയാമല്ലോ. അപ്പോൾ മെസ്സിക്ക് 2 പോയിൻറ്റ് എക്സ്ട്രാ കിട്ടും. മനസ്സിലായില്ലേ? അതുപോലെ മെസ്സി ഒരു അസിസ്റ്റ് കൊടുത്താൽ മെസ്സിക്ക് ഒരു 3 പോയിൻറ്റ് എക്സ്ട്രായും കിട്ടും. അതിനുശേഷം ഇപ്പോൾ നമ്മളെ മെസ്സിക്ക് തന്നെ ഇപ്പോൾ ഒരു ഫൗൾ യെല്ലോ കാർഡ് കിട്ടി, മെസ്സിക്ക് ഒരു -1 വരും. അതിനുശേഷം മെസ്സിക്ക് റെഡ് കാർഡും കിട്ടി, അപ്പോൾ മെസ്സിക്ക് -2 വരും. അതായത് പ്ലസും വരും മൈനസും വരും. അത് എല്ലാ പ്ലേസിനും ബാധകമുള്ള കേട്ടോ. അല്ലാതെ ഒരു സ്പെസിഫിക്, ഞാൻ വെറുതെ മെസ്സിനെ ഒരു എക്സാമ്പിളായിട്ട് ഉപയോഗിച്ചെന്നുള്ളൂ. അതിനുശേഷം ഓൺ ഗോൾ അടിച്ചാൽ, മെസ്സി ഒരു ഓൺ ഗോൾ അടിച്ചാൽ മെസ്സിക്ക് -2 വരും. അതിനുശേഷം മെസ്സി ഒരു പെനാൽറ്റി അങ്ങോട്ട് കൊടുത്താൽ, മെസ്സി അങ്ങോട്ട് ഫൗൾ വെച്ചിട്ട് ഒരു പെനാൽറ്റി കൊടുത്താൽ, അതായത് എതിർ ടീമിന് വേണ്ടി പെനാൽറ്റി കൊടുത്താൽ മെസ്സിക്ക് ഒരു -1 വരും. കൃത്യമായിട്ട് ഇവിടെ ഞാൻ ഫോട്ടോ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് പൊസിഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഗോൾ കീപ്പറാണ് വരുന്നത്. ഗോൾ കീപ്പറിന് ക്ലീൻ ഷീറ്റ്, അതായത് 60 മിനിറ്റിൽ കൂടുതൽ കളിച്ചൊരു കീപ്പർക്ക് ക്ലീൻ ഷീറ്റ് നേടാൻ സാധിക്കുന്നതെന്നുണ്ടെങ്കിൽ മൂപ്പർക്ക് 5 പോയിൻറ്റ് എക്സ്ട്രാ കിട്ടും. അപ്പോൾ ഫോർ എക്സാമ്പിൾ പിക്ഫോർഡിന് 60 മിനിറ്റിലേറെ 90 മിനിറ്റ് കളിച്ചു, ഒരു ഫുൾ മാച്ച് കളിച്ചു കരുതിക്കോളി, അവനക്ക് ക്ലീൻ ഷീറ്റും കിട്ടി. അപ്പോൾ അവനക്ക് 5 പോയിൻ്റ് ആവും. പിന്നെ ക്ലീൻ ഷീറ്റ് പോയി, അതായത് ഒരു ഗോൾ വഴങ്ങി, ഗോൾ കൺസീഡ് ചെയ്തെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഒരു -പോയിൻറ്റും വരില്ല. കാരണം ഫസ്റ്റത്തെ ഗോളിന് -പോയിൻറ്റ് ഉണ്ടാവില്ല, രണ്ടാമത്തെ ഗോളിന് -പോയിൻറ്റ് ഉണ്ടാവും. അതിനുശേഷം 3ാമത്തെ ഗോൾ, 4ാമത്തെ ഗോൾ, അതിനൊക്കെ ഓരോരോ -പോയിൻറ്റ് ഇങ്ങനെ വരും. അത് കൂടില്ല, എപ്പോഴും 1 മൈനസ് ആവുള്ളൂ. അതായത് ഇപ്പോൾ 2ാമത്തെ ഗോളിന് ഒരു പോയിൻറ്റ് മൈനസ് ആവും, 3ാമത്തെ ഗോളിന് 1 പോയിൻറ്റ് മൈനസ് ആവും, 4ാമത്തെ ഗോളിന് 1 പോയിൻറ്റ് മൈനസ് ആവും. അങ്ങനെ മൈനസായി. അതിനുശേഷം കീപ്പർ ഒരു ഗോൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ +9 പോയിൻ്റാണ്. അത് നടക്കാനുള്ള ചാൻസ് പറയുമ്പോൾ 0.000000 പോയാൽ എത്ര എന്നാവോ അത്രയില്ല. എന്തായാലും അതിനുശേഷം പെനാൽറ്റി സേവ് ചെയ്താൽ 3 പോയിൻറ്റ് കിട്ടും. അത് ഷൂട്ടൗട്ടിൻ്റെ കാര്യമല്ല പറയുന്നത്, സാധാ മാച്ചിൽ വരുന്ന പെനാൽറ്റി സേവ് ചെയ്താൽ 3 പോയിൻ്റാണ് ലഭിക്കുക, എക്സ്ട്രാ 3 പോയിൻറ്റ്. പിന്നെ ഓരോ 3 സേവിനും ഓരോ പോയിൻ്റ് വെച്ചിട്ട് കിട്ടും. അതായത് ഇപ്പോൾ പിക്സ്ഫോർഡ് ഫസ്റ്റത്തെ 3 സേവ് ചെയ്തപ്പോൾ 1 പോയിൻറ്റ് കിട്ടി, രണ്ടാമത്തെ ഒരു 3 സേവ്, അതായത് ടോട്ടൽ 6 സേവ് ആയപ്പോൾ 1 പോയിൻറ്റും കൂടി കിട്ടി. അതിനുശേഷം 9 സേവ് ആകുമ്പോൾ 1 പോയിൻറ്റും കൂടി കിട്ടും. അങ്ങനെയാണ്. സോ ഇനിയിപ്പോൾ ഡിഫൻഡേഴ്സിൻ്റെ കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാർക്കിഞ്ഞോസ് ഇതുപോലെ കീപ്പറിന് അതേപോലെ 60 മിനിറ്റ് വരെ ക്ലീൻ ഷീറ്റ് വെക്കുകയാണെന്ന് എഴുതിക്കോളി. ചെക്കന് ക്ലീൻ ഷീറ്റിൻ്റെ 5 പോയിൻറ്റ് കിട്ടും. അതിനുശേഷം ഫസ്റ്റ് ഗോൾ വഴങ്ങുമ്പോൾ 0 പോയിൻറ്റും, അതിനുശേഷം ഓരോ ഗോൾ വഴങ്ങുമ്പോൾ 1 പോയിൻറ്റ് മൈനസ് ആവുകയും. അത് കൃത്യമായിട്ട് നമ്മളെ കീപ്പറിനുള്ള അതേപോലെ തന്നെയാണ് ഡിഫൻഡേഴ്സിനും ഉള്ളത്. അപ്പോൾ മാർക്കിഞ്ഞോസ് ഫസ്റ്റ് ഗോൾ വഴങ്ങുമ്പോൾ ഒരു -പോയിൻറ്റും ഇല്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു ഗോൾ കൂടി വഴങ്ങുമ്പോൾ ഒരു പോയിൻറ്റ് മൈനസ് ആവും. അതിനുശേഷം പിന്നെയും മൈനസായി പോകും. പിന്നെ ഡിഫൻഡേഴ്സ് ഒരു ഗോൾ അടിച്ചാൽ 7 പോയിൻറ്റ് കിട്ടും. പിന്നെ അത് കുറച്ചുകൂടി ചാൻസ് ഉള്ള കാര്യമാണ്. അതായത് ഡിഫൻഡേഴ്സ് നമുക്കറിയാം ഹെഡിങ്ങിനൊക്കെ, സെറ്റ് പീസസിനൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന പ്ലേയേഴ്സാണ്. ഇപ്പോൾ ഞാൻ പറയാം മാർക്കിഞ്ഞോസ് ആയിക്കോട്ടെ, സാലിബ ആയിക്കോട്ടെ, ഇവർക്കൊക്കെ നല്ല ഹെഡിങ് കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് 7 പോയിൻ്റാണ് ഇവർക്ക് ഗോൾ അടിച്ചാൽ കിട്ടുക. അതിനുശേഷം നമ്മൾ മിഡ്ഫീൽഡിലേക്ക് വരികയാണ്. മിഡ്ഫീൽഡിൽ എത്തുമ്പോൾ ക്ലീൻ ഷീറ്റിന് 1 പോയിൻ്റാണ് എക്സ്ട്രാ കിട്ടുക. അതായത് 60 മിനിറ്റ് വരെ കളിച്ചിട്ട്, അല്ലെങ്കിൽ
അതായത് 60 മിനിറ്റ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ കളിച്ചൊരു പ്ലെയറിന് ക്ലീൻ ഷീറ്റ് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലസ് പോയിൻ്റാണ് കിട്ടുക. അതിനുശേഷം മിഡ്ഫീൽഡർമാർ ഗോൾ അടിച്ചാൽ അതിപ്പോൾ ഡിഫൻസീവ് മിഡ് അറ്റാക്ക് മിഡ് ഏത് മിഡ്ഫീൽഡറും അത് ഗെയിമിൽ അല്ലെങ്കിൽ നമ്മളെ ഈ ഫിഫ പറഞ്ഞിട്ടുള്ള മിഡ്ഫീൽഡേഴ്സ്, അതായത് ഇപ്പോൾ പല പ്ലേയേഴ്സ് ഇപ്പോൾ ലൂയിസ് ഡിയാസ് ഒക്കെ മിഡ്ഫീൽഡിലാണ് വന്നിട്ടുള്ളതെന്ന് തോന്നുന്നത്. ഞാൻ അപ്പോൾ ഇന്ത്യ ടീമിലൊക്കെ ഉണ്ട്, അപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. എന്തായാലും ഗോൾ അടിച്ചാൽ 6 പോയിൻ്റാണ് പ്ലസ്. മിഡ്ഫീൽഡേഴ്സ് ഗോൾ അടിച്ചാൽ 6 പോയിൻറ്റ്. പിന്നെ 3 ടാക്കിളുകൾ ചെയ്താൽ 1 പോയിൻ്റ് എക്സ്ട്രാ. അതിനുശേഷം പിന്നെ ഒരു 3 ടാക്കിൾ ചെയ്താൽ പിന്നെ 1 പോയിൻറ്റ്. അതായത് ഇത് റിപ്പീറ്റബിൾ ആണ്. പിന്നെയും ചെയ്താൽ പിന്നെയും പോയിൻ്റ് കിട്ടും. 3 ടാക്കിളിന് 1 പോയിൻറ്റ്. അതിനുശേഷം 2 ചാൻസ് ക്രിയേറ്റ് ചെയ്താൽ 1 പോയിൻറ്റ്. അതും ഇതുപോലെ റിപ്പീറ്റഡ് ആണ്. അതായത് 4 ചാൻസ് ആയാൽ 1 പോയിൻറ്റ് എക്സ്ട്രാ കിട്ടും. പിന്നെയും 6 ആകുമ്പോൾ അടുത്തൊരു പോയിൻറ്റ്, അങ്ങനെ. ദെൻ ഫോർവേഡ്സിൻ്റെ കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ ഫോർവേഡ്സ് ഗോൾസ് സ്കോർ ചെയ്താൽ 5 പോയിൻ്റാണ് കിട്ടുക ഫോർവേഡ്സിന്. അതിനുശേഷം 2 ഷോട്ട് ഓൺ ടാർഗറ്റ് അടിച്ചാൽ 1 പോയിൻ്റ് എക്സ്ട്രാ കിട്ടും. ഫോർവേഡ്സിന് അത്രേ ഉള്ളൂ. അതായത് 2 കാര്യങ്ങളേ ഉള്ളൂ, മൈനസ് ഇല്ല. അതുപോലെ മിഡ്ഫീൽഡേഴ്സിനും മൈനസ് ഇല്ല. ഫോർവേഡ്സിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഗോൾ അടിച്ചാൽ 5 പോയിൻറ്റും, ഷോട്ട് ഓൺ ടാർഗറ്റ് അടിച്ചാൽ അതായത് പിന്നെ ഷോട്ട് ഓൺ ടാർഗറ്റ് 2 എക്സ്ട്രാ അങ്ങനെ അടിച്ച് പോയാൽ +1 ഇങ്ങനെ കൂടി. അതായത് 2 ഷോട്ട് ഓൺ ടാർഗറ്റ് ആണെങ്കിൽ 1 പോയിൻറ്റ്, 4 ഷോട്ട് ഓൺ ടാർഗറ്റ് ആണെങ്കിൽ 2 പോയിൻറ്റ്, അങ്ങനെ. പിന്നെ വരുന്നത് ഫ്രീ കിക്കാണ്. ഫ്രീ കിക്കിൽ നിന്നൊരു പ്ലെയർ ഗോൾ അടിച്ചാൽ +1 കിട്ടും. അതായത് ഇപ്പോൾ ഫോർവേഡാണ് ഫ്രീ കിക്ക് അടിക്കുന്നുണ്ടെങ്കിൽ 5ൻ്റെ ഒപ്പം +1, അതായത് 6 പോയിൻ്റ് ആവും. മിഡ്ഫീൽഡറാണ് അടിക്കുന്നുണ്ടെങ്കിൽ ഗോളിൻ്റെ 6 അപ്പോൾ മിഡ്ഫീൽഡറാണ് ഫ്രീ കിക്ക് അടിക്കുന്നുണ്ടെങ്കിൽ 6ൻ്റെ കൂടെ +1 7 പോയിൻ്റ് ആവും. പിന്നെ ഡിഫൻഡേഴ്സിനും കീപ്പർമാരൊക്കെ അതേപോലെ തന്നെ. പിന്നെ ഉള്ളത് സ്കൗട്ടിംഗ് ബോണസാണ്. സ്കൗട്ടിംഗ് ബോണസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്ലേയേഴ്സിനെ വാങ്ങുമ്പോൾ ഇപ്പോൾ ഞാൻ ചിലപ്പോൾ വളരെ അതിപ്പോൾ ഞാൻ ഇപ്പോൾ പ്ലേയേഴ്സിനെ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ലൂയിസ് ഡിയാസിനെ എടുത്തു. ലൂയിസ് ഡിയാസിനെ പലരും എടുത്തിട്ടുണ്ടാവും. പക്ഷേ ആരും എടുക്കാത്ത വെറും 5% അടിയിലുള്ള പ്ലേയേഴ്സ് ഉണ്ടല്ലോ, അതായത് 5% ആൾക്കാർ പോലും എടുക്കാത്ത പ്ലേയേഴ്സ് ഉണ്ടല്ലോ, അവർക്കാണ് ഈ സ്കൗട്ടിംഗ് ബോണസ് വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു 5% താഴെയുള്ള ഒരു പ്ലെയറിനെ എടുത്തു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്കൗട്ടിംഗ് ബോണസിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ജോവാ ഫിലിക്സിനെ വെറും 5% കുറവ് ആൾക്കാരാണ് എടുത്തിട്ടുള്ളതെന്ന് ആലോചിക്കുക. അതായത് ചിന്തിക്കുക, 5% കുറവ് ആൾക്കാരാണ് എടുത്തിട്ടുള്ളതെന്ന് കരുതുക. ആൻഡ് ദെൻ പുള്ളിക്കാരനൊരു അസിസ്റ്റ് കൊടുക്കുന്ന ഒരു ഗോൾ അടിക്കുന്നു. അതായത് 5 പോയിൻറ്റ് ഗോളിൻ്റെയും 3 പോയിൻറ്റ് അസിസ്റ്റിൻ്റെയും, അപ്പോൾ 8 പോയിൻ്റായി. ആൻഡ് ദെൻ പുള്ളിക്കാരന് 4 പോയിൻറ്റിൽ കൂടുതലായതുകൊണ്ട് അതിൻ്റെ ഒപ്പം പുള്ളിക്കാരൻ 5% കുറവും ആയതുകൊണ്ട് പുള്ളിക്കാരന് എക്സ്ട്രാ 2 പോയിൻറ്റ്സ് കിട്ടും. മനസ്സിലായില്ലേ? അതായത് ഇപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ 8 പോയിൻ്റ് ഉള്ളത് 10 പോയിൻറ്റിലേക്ക് മാറും. കാരണം പുള്ളിക്കാരൻ സ്കൗട്ടിംഗ് ബോണസുള്ള പ്ലെയറാണ്. പിന്നെ അതിൻ്റെ ഒപ്പം നമുക്കറിയാം എത്ര സമയം കളിച്ചാൽ എത്ര പോയിന്റ് കിട്ടും, അതൊക്കെ കൂടെ കൂടുമ്പോൾ അത്യാവശ്യം വലിയൊരു സ്കോർ തന്നെ ആവും. അപ്പോൾ പ്ലേയേഴ്സിൻ്റെ ഇൻഡിവിജ്വലി അല്ലെങ്കിൽ പ്ലേയേഴ്സിൻ്റെ പൊസിഷൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോയിൻറ്റ്സിൻ്റെ കാര്യം ഇത്രയാണ്. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻസിൽ ചോദിക്കുക. ദെൻ പിന്നെ വരുന്നത് ബൂസ്റ്റേഴ്സാണ്. ബൂസ്റ്റേഴ്സ് പറയുമ്പോൾ 4 തരം ബൂസ്റ്റേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ ബൂസ്റ്റർ ക്യാപ്റ്റനാണ്. അതായത് നമുക്കൊരു ക്യാപ്റ്റൻ ഉണ്ടാവും നമ്മുടെ ടീമിൽ. ക്യാപ്റ്റൻ എന്താണെന്ന് വെച്ചാൽ 2 ഇരട്ടി പോയിൻ്റാണ് കിട്ടുക. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജോവാ ഫിലിക്സിന് ഇപ്പോൾ 10 പോയിൻ്റ് ആയിട്ടുണ്ട്. അതായത് ഇപ്പോൾ സ്കൗട്ടിംഗ് ബോണസും കൂട്ടിയിട്ട് 10 പോയിൻ്റ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിനുശേഷം ഈ ക്യാപ്റ്റന്, അതിപ്പോൾ നമ്മൾ മാച്ച് ഡേ തുടങ്ങുന്നതിൻ്റെ മുന്നെയാണ് ഈ ക്യാപ്റ്റൻസിയൊക്കെ തീരുമാനിക്കുന്നത്. അപ്പം നമ്മൾ ജോവാ ഫിലിക്സിനെ ക്യാപ്റ്റൻ ആക്കിയെന്ന് വിചാരിച്ചോളി, പുള്ളിക്കാരന് 2 ഇരട്ടി പോയിന്റ് കിട്ടും. അതായത് 20 പോയിൻ്റായി മാറും. ആ 10 പോയിൻ്റ് ഉള്ളത് 20 പോയിൻ്റായി മാറും. ഈ ക്യാപ്റ്റനെ നമുക്ക്, അതായത് ഇപ്പോൾ 13-ാം തീയതി ഒരു പ്ലെയറിൻ്റെ കളിയുണ്ട്, ആ പ്ലെയറിനെ ഞാൻ ക്യാപ്റ്റനാക്കി. പക്ഷേ ആ പ്ലെയർ പെർഫോം ചെയ്തില്ല, മോശം പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് വേണമെങ്കിൽ ആ ക്യാപ്റ്റനെ മാറ്റാൻ പറ്റും. അതായത് എൻ്റെ ക്യാപ്റ്റനെ ഇപ്പോൾ ഒരു പ്ലെയറിന് 17-ാം തീയതി കളിയുണ്ടെന്ന് വിചാരിച്ചോളി, എനിക്ക് ആ 13-ാം തീയതി കളിച്ച് കഴിഞ്ഞ പ്ലെയർ ഉണ്ടല്ലോ, പെർഫോം ചെയ്യാത്ത പ്ലെയർ, അവനെ മാറ്റിയിട്ട് 17-ാം തീയതി ഉള്ള പ്ലെയറിന് ആ ക്യാപ്റ്റൻസി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 13-ാം തീയതി ഇപ്പോൾ ആരെയിലേക്ക് സാക്ക കളിച്ചു, 13-ാം തീയതി സാക്ക കളിച്ചു വിചാരിച്ചോളൂ, സാക്ക പെർഫോം ചെയ്തില്ല. പകരം ഞാൻ ആ ക്യാപ്റ്റൻസി സാക്കേൻ്റെ മുകളിൽ നിന്ന് എടുത്തിട്ട് ഇപ്പോൾ 17-ാം തീയതി കളിക്കുന്ന ആർക്കെങ്കിലും, ഇപ്പോൾ നെയ്മർ ആയിക്കോട്ടെ, 17-ാം തീയതി കളിക്കുന്ന നെയ്മറിന് ഞാൻ വെച്ച് കൊടുക്കുകയാണ് ക്യാപ്റ്റൻസി. ആൻഡ് നെയ്മറെ പെർഫോം ചെയ്തോ ഇല്ലേ എന്നുള്ളത് എൻ്റെ ഭാഗ്യം അനുസരിച്ചിരിക്കും. എനിക്കത് തിരിച്ച് മാറ്റാൻ പറ്റില്ല, അതായത് തിരിച്ച് സാക്കയിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. സാക്ക ഒരു 10 പോയിൻറ്റ് മേടിച്ചെന്നുണ്ടെങ്കിലും ഞാൻ മാറ്റിയ സ്ഥിതിക്ക് എനിക്ക് ഇനി തിരിച്ച് മാറ്റാൻ പറ്റില്ല. ക്യാപ്റ്റൻസി ഒരു വട്ടം മാറ്റി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് മാറ്റാൻ പറ്റില്ല. പിന്നെ വരുന്നത് 12th മാനാണ്. 12th മാൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ 11 പ്ലേയേഴ്സാണ് നമ്മുടെ സ്ക്വാഡിൽ ഉണ്ടാവുക. അത് നമുക്ക് പോയിൻറ്റ്സ് കിട്ടാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് സബ് ചെയ്ത് മാറ്റമൊക്കെ ചെയ്യാം, അത് വേറെ കാര്യം. അപ്പോൾ ഈ 12th മാൻ എന്താണെന്ന് വെച്ചാൽ 12-ാമനായിട്ടുള്ളൊരു പ്ലെയർ. അപ്പോൾ ഒരു 11 പ്ലേയേഴ്സ് ഉണ്ട്, എൻ്റെ ബെഞ്ചിലാണ് ജോവാ ഫിലിക്സ് ഉള്ളത്, അങ്ങനെ വിചാരിക്കുക. അപ്പോൾ എനിക്ക് 12-ാമനെ വേണമെന്ന് വിചാരിച്ചാൽ ഞാൻ ജോവാ ഫിലിക്സിന് ഈ 12-ാമെന്നുള്ള 12th മാൻ എന്നുള്ള ഈ ബൂസ്റ്റർ കൊടുക്കുകയാണ്. ഈ ബൂസ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ ജോവാ ഫിലിക്സിൻ്റെ പോയിൻറ്റും എനിക്ക് മാച്ച് ഡേയിൽ കിട്ടും. ജോവാ ഫിലിക്സ് ആ മാച്ച് ഡേയിൽ ഇപ്പോൾ ഇത് പറഞ്ഞ പോലെ ഗോൾ അടിച്ചാൽ എനിക്ക് ആ മാച്ച് ഡേ എനിക്ക് അന്നത്തെ ജോവാ ഫിലിക്സിൻ്റെ പോയിൻറ്റ് കിട്ടും. 12-ാം ഞാൻ അവനെ മെയിൻ സ്ക്വാഡിലേക്ക് ഇറക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലും എനിക്ക് ആ 12th മാൻ എന്നുള്ള ബൂസ്റ്റർ എന്നുള്ള പോയിൻറ്റ് കിട്ടും.
പിന്നെ ഈ 12th മാൻ ഒരിക്കലും ഈ ക്യാപ്റ്റൻ ആകാൻ പറ്റില്ല. അത് 12th മാനെ ഒരിക്കലും ക്യാപ്റ്റൻ ആക്കാൻ പറ്റില്ല. അതുപോലെ 12th മാൻ തന്നെയാണ്. സ്ക്വാഡിലുള്ള ഒരു പ്ലെയറിനും 12th മാൻ ആകാൻ പറ്റില്ല. കാരണം ഒബ്വിയസ്ലി 11 ആൾക്കാർ അവിടെ ഉണ്ട്. നമുക്ക് ബെഞ്ചിലുള്ള ഒരാളെ 12th മാൻ ആക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം വരുന്നത് വൈൽഡ് കാർഡാണ്. വൈൽഡ് കാർഡിലേക്ക് വരുന്നതിന് മുന്നേ വേറെ ഒന്നും കൂടിയുണ്ട്, ക്വാളിഫിക്കേഷൻ ബോണസ്. ക്വാളിഫിക്കേഷൻ ബോണസ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കൗട്ട്സ് മുതലാണ് തുടങ്ങുന്നത്. അതായത് ഇപ്പോൾ റൗണ്ട് ഓഫ് 32 നമുക്ക് റൗണ്ട് ഓഫ് 32 ആണ്. അതിനകത്ത് റൗണ്ട് ഓഫ് 32 പോർച്ചുഗൽ കളിക്കുന്നുണ്ട് വിചാരിക്കുക. അപ്പോൾ പോർച്ചുഗൽ റൗണ്ട് ഓഫ് 32 നിന്ന് ജയിച്ചിട്ട് റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ആവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ടീമിൽ എത്രത്തോളം പോർച്ചുഗൽ പ്ലേയേഴ്സ് ഉണ്ടോ അവർക്കൊക്കെ ഒരു ബൂസ്റ്റ് കിട്ടും. അതായത് 2 പോയിൻ്റ് എക്സ്ട്രാ കിട്ടും. ഇപ്പോൾ ഫിലിക്സ്, റൊണാൾഡോ, റൂബൻ ഡിയാസ് ഈ 3 ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചോളി. ഇവർക്ക് 3 ആൾക്കും ഈ ക്വാളിഫിക്കേഷൻ ബൂസ്റ്റർ കൊടുത്താൽ അവർക്ക് കിട്ടും. പിന്നെ പോർച്ചുഗൽ മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ടീമിൽ ഏതൊക്കെ പ്ലേയേഴ്സ് അല്ലെങ്കിൽ ഏതൊക്കെ ടീമുകളെ പ്ലേയേഴ്സ് അടുത്ത റൗണ്ടിലേക്ക് കയറിയിട്ടുണ്ടോ അവർക്കൊക്കെ ഈ ബൂസ്റ്റ് ബാധകമാണ്. അതായത് ഇപ്പോൾ അർജൻറ്റീനയും പോർച്ചുഗലും അതുപോലെ ബ്രസീലും ഈ 3 ടീമിൻ്റെ പ്ലേയേഴ്സിൻ്റെ ഉണ്ട്. അപ്പോൾ ഈ 3 ടീമും റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ആവുകയാണ്. അതായത് റൗണ്ട് ഓഫ് 32 അവർ ജയിച്ചിട്ട് റൗണ്ട് ഓഫ് 16 പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്ലേയേഴ്സ് എല്ലാം ഒരു മിനിറ്റെങ്കിലും കളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ ഈ ബൂസ്റ്റ് കിട്ടും. സോ അതാണ്. പിന്നെ ഞാൻ പറയാൻ വരുന്നത് അൺലിമിറ്റഡ് ട്രാൻസ്ഫർ അഥവാ വൈൽഡ് കാർഡ്. വൈൽഡ് കാർഡ് എന്താ അറിയോ? വൈൽഡ് കാർഡിനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളെ ട്രാൻസ്ഫർ വിൻഡോ മനസ്സിലാക്കണം. അതായത് എങ്ങനെയാണ് നമ്മളെ ട്രാൻസ്ഫേഴ്സൊക്കെ വർക്ക് ആവാൻ. നമുക്കറിയാം, നമ്മളെ ലീഗ് തുടങ്ങുന്നതിന് മുന്നേ, അതായത് ഫസ്റ്റ് കളി 12-ാം തീയതിയാണ് വരുന്നത്. അതിൻ്റെ മുന്നേ നമുക്ക് ഇഷ്ടമുള്ള അത്ര ട്രാൻസ്ഫർ നടത്താൻ പറ്റും. പക്ഷേ കളി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് റൗണ്ട് നടക്കുമ്പോൾ നമുക്ക് 2 ട്രാൻസ്ഫറാണ് നടത്താൻ പറ്റുക. ആൻഡ് 2 ട്രാൻസ്ഫർ ഈ ഫസ്റ്റത്തെ ഈ മാച്ചിലേ ഉണ്ടാവില്ല. ഇപ്പോൾ ഫസ്റ്റത്തെ റൗണ്ട് മത്സരങ്ങളുടെ കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ട്രാൻസ്ഫർ നടത്താൻ പറ്റും. പക്ഷേ നമ്മളെ ടീമിൽ ചേഞ്ച് വരില്ല. അതായത് അടുത്ത റൗണ്ട് തുടങ്ങുമ്പോഴേ ആ ടീമിലോട്ട് ആ ചേഞ്ചസ് വരുള്ളൂ. നമ്മളെ ഫസ്റ്റ് 12-ാം തീയതിൻ്റെ മുന്നേ, ഫസ്റ്റ് മാച്ചിൻ്റെ മുന്നേ നമ്മൾ വെച്ച ടീം എങ്ങനെയാണോ, നമ്മൾ ഉണ്ടാക്കി വെച്ച ടീം എങ്ങനെയാണോ അങ്ങനെ ആ ഒരു ഫസ്റ്റ് റൗണ്ടിൽ നടക്കുകയുള്ളൂ. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് ചേഞ്ചസ് നടത്താൻ പറ്റും. പക്ഷേ ചേഞ്ചസ് അപ്ലൈ ആവുന്നത് സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. ഞാൻ നമ്മളെ ഡെഡ് ലൈൻസും അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ കാണിക്കുകയാണ്. അതായത് ഇപ്പോൾ ഫസ്റ്റത്തെ നമ്മൾ 12-ാം തീയതിയാണ് ഇന്ത്യൻ ടൈം. ഈ ഒരു ടൈമിൻ്റെ മുന്നേ നമുക്ക് എത്ര ട്രാൻസ്ഫേഴ്സ് ആണെങ്കിൽ നടത്താം. അൺലിമിറ്റഡ് ട്രാൻസ്ഫേഴ്സ് ആണ്. അതിനുശേഷം നമുക്ക് ആകെ 2 ട്രാൻസ്ഫറാണ് നടത്താൻ പറ്റുക. ഒരു ടീമിൽ നിന്ന് മാക്സിമം 3 പ്ലേയേഴ്സ്. അങ്ങനത്തെ റൂളുണ്ട്. ഒരു ടീമിൽ നിന്ന് മാക്സിമം 3 പ്ലേയേഴ്സ്. അതിനുശേഷം നമ്മൾ 1-ാമത്തെ റൗണ്ട് കഴിയുമ്പോൾ നമ്മൾ 2-ാമത്തെ റൗണ്ട് തുടങ്ങുമല്ലോ. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് മാച്ച് ഡേയിൽ നടത്തിയ ചേഞ്ചസ് ഉണ്ടല്ലോ, ട്രാൻസ്ഫേഴ്സ് 2 ട്രാൻസ്ഫർ നടത്താൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ, ആ 2 ട്രാൻസ്ഫറും നമുക്ക് ആ സെക്കൻഡ് റൗണ്ട് ആകുമ്പോഴത്തേന് നമ്മുടെ ടീമിലെത്തി കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഞാനിപ്പോൾ റൊണാൾഡോനെ മാറ്റിയിട്ട് ഇപ്പോൾ വേറെ ആരെങ്കിലും വെച്ചെന്ന് വിചാരിച്ചോളി. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ മെസ്സിനെ വെച്ചു, റൊണാൾഡോനെ മാറ്റിയിട്ട്. അപ്പോൾ സെക്കൻഡ് റൗണ്ട് ആകുമ്പോൾ ഇന്ത്യ ടീമിൽ മെസ്സി ആയിരിക്കും ഉണ്ടാവുക. എന്നിട്ട് മെസ്സി കളിച്ച പോയിന്റ് ആയിരിക്കും എനിക്ക് കിട്ടുക. പിന്നെ അതിന് ശേഷം അടുത്ത ട്രാൻസ്ഫർ അപ്പോഴും എനിക്ക് ഇതേപോലെ ട്രാൻസ്ഫർ നടത്താൻ പറ്റും. പക്ഷേ അടുത്ത റൗണ്ടിലാണ് അത് അപ്ലിക്കബിൾ ആവുക. മനസ്സിലായില്ലേ? ഇങ്ങനെ ഫസ്റ്റ് റൗണ്ട് നമുക്കറിയാം, ഇപ്പോൾ 12-ാം തീയതി മുന്നേ നമുക്ക് ടൈം ഉണ്ട്. അൺലിമിറ്റഡ് ട്രാൻസ്ഫേഴ്സ് ആണ്, ഇഷ്ടമുള്ള അത്ര നടത്താം. പക്ഷേ ഒരു ടീമിൽ നിന്ന് 3 പ്ലേയേഴ്സാണ്. അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ 2 ട്രാൻസ്ഫർ, അതിനുശേഷം പിന്നെ 2 ട്രാൻസ്ഫർ. അതിനുശേഷം റൗണ്ട് ഓഫ് 32 കടക്കുമ്പോൾ, അതായത് നമ്മളെ നോക്കൗട്ട് സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ പല ടീമുകളും പുറം പോയിട്ടുണ്ടാവും. നമ്മൾ വോട്ട് ചെയ്ത പല പ്ലേയേഴ്സും, നമ്മുടെ ടീമിലുണ്ടായിരുന്ന പല പ്ലേയേഴ്സും ചിലപ്പോൾ കളി തന്നെ പോയിട്ടുണ്ടാവും. ആ സമയത്താണ് ഈ റൗണ്ട് ഓഫ് 32 അൺലിമിറ്റഡ് ട്രാൻസ്ഫേഴ്സ് വരുന്നത്. അൺലിമിറ്റഡ് ട്രാൻസ്ഫേഴ്സ് ആകുമ്പോൾ നമുക്ക് ഫസ്റ്റത്തെ റൗണ്ട് പോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള അത്രയും മാറ്റങ്ങൾ നടത്താം. പക്ഷേ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഒരു ടീമിൽ നിന്ന് 4 പ്ലേയേഴ്സാണ് നമുക്ക് പറ്റുക. കാരണം ടീമിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ട് ഒരു ടീമിൽ നിന്ന് 4 പ്ലേയേഴ്സ്. അതിനൊപ്പം 105 മില്യണാണ് നമുക്ക് ബഡ്ജറ്റ് വരുന്നത്. കാരണം ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് കൂടുതലായിട്ടുണ്ടാകും. പക്ഷേ പ്ലേയേഴ്സിൻ്റെ വില ഒരിക്കലും കൂടുതൽ കേട്ടോ. അതായത് പ്ലേയേഴ്സിൻ്റെ വില സ്റ്റാർട്ടിങ്ങിൽ എത്രയായിരുന്നു അത്ര തന്നെ ആയിരിക്കും ഇപ്പോഴും ഉണ്ടാവുക. ആൻഡ് പിന്നെ അതിനുശേഷം നമ്മൾ റൗണ്ട് ഓഫ് 32 ശേഷം നമ്മൾ റൗണ്ട് ഓഫ് 16 നമ്മൾ പ്രീ ക്വാർട്ടറിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 ട്രാൻസ്ഫറായി മാറും. അതിനുശേഷം പിന്നെ 4 ട്രാൻസ്ഫർ, അതിനുശേഷം പിന്നെ 5 ട്രാൻസ്ഫർ. സെമി ഫൈനൽസിൽ എത്തുമ്പോൾ നമുക്ക് 5 ട്രാൻസ്ഫർ നടത്താൻ പറ്റും. ഫൈനൽസിലോട്ട് എത്തുമ്പോൾ ഒരു 2 ടീം ബാക്കി ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് 6 ട്രാൻസ്ഫർ നടത്താൻ പറ്റും. ഒപ്പം 2 ടീമിൽ നിന്ന് നമുക്ക് 8 പ്ലേയേഴ്സ്, അതായത് ഒരു ടീമിൽ നിന്ന് 8 പ്ലെയറിനെ വെച്ച് നമുക്ക് എടുക്കാൻ പറ്റും. ഫൈനൽസിലുള്ള ഇപ്പോൾ പോർച്ചുഗൽ വേഴ്സസ് അർജൻറ്റീന ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അർജൻറ്റീന 8 പ്ലേയേഴ്സും പോർച്ചുഗൽ 8 പ്ലേയേഴ്സും. പക്ഷേ പറ്റില്ല കേട്ടോ, 15 പ്ലേയേഴ്സാണ് ടോട്ടൽ ഒരു ടീമിൽ പറ്റുക. അതായത് നമ്മൾ ഒരു ടീമിൽ നിന്ന് 7 പ്ലേയേഴ്സും ഒരു ടീമിൽ നിന്ന് 8 പ്ലെയറും എടുക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും വരിക. അതിനായിട്ട് 5 ട്രാൻസ്ഫർ 6 ട്രാൻസ്ഫർ അതൊക്കെ നമ്മൾക്ക് അതിന് മുന്നേ കിട്ടും. സോ
കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ആൻഡ് സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു. ഇനി ഞാൻ നമ്മളെ വൈൽഡ് കാർഡ് എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് പറഞ്ഞുതരാം. വൈൽഡ് കാർഡ് എന്ന് പറയുമ്പോൾ ഈ ഒന്നാമത്തെ റൗണ്ടും അതുപോലെ നാലാമത്തെ റൗണ്ട് ഉണ്ടല്ലോ, നമ്മളെ റൗണ്ട് ഓഫ് 32, ഇത് രണ്ടിലും നമുക്ക് അൺലിമിറ്റഡ് ട്രാൻസ്ഫേഴ്സ് നടത്താൻ പറ്റും. പക്ഷേ ഈ വൈൽഡ് കാർഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതല്ലാത്ത, അതായത് ഇപ്പോൾ ഈ 2 ട്രാൻസ്ഫറുള്ള ഏതെങ്കിലും റൗണ്ട് അല്ലെങ്കിൽ 4 ട്രാൻസ്ഫറുള്ള ഏതെങ്കിലും റൗണ്ട്, ആ ഒരു റൗണ്ടുകളിൽ നമുക്ക് അൺലിമിറ്റഡ് ട്രാൻസ്ഫേഴ്സ് നടത്താൻ സാധിക്കും. മനസ്സിലായില്ല? അതിപ്പോൾ നമുക്ക് ഫൈനലിൽ മുന്നേ നമുക്ക് അൺലിമിറ്റഡ് ട്രാൻസ്ഫേഴ്സ് നടത്താൻ സാധിക്കും. നമുക്ക് സെക്കൻഡ് റൗണ്ടിലാണെങ്കിൽ അൺലിമിറ്റഡ് ട്രാൻസ്ഫേഴ്സ് നടത്താൻ സാധിക്കും. നമുക്ക് നമ്മൾ ചൂസ് ചെയ്ത പ്ലേസിനെ തെറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലായാലും നമുക്ക് വേണമെങ്കിൽ 2ാം റൗണ്ടിൽ തന്നെ ഫുള്ള് ഒരു അഴിച്ചുപണി നടത്താൻ പറ്റും. നമുക്ക് അൺലിമിറ്റഡ് ട്രാൻസ്ഫേഴ്സ് ആണ്. പക്ഷേ ടീമിൻ്റെ മാക്സിമം 3 ടീം അത് ഓർത്ത് വെക്കണം. സോ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ഫാൻറ്റസി ടീമിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മളെ പോയിൻറ്റ്സ് എങ്ങനെ കിട്ടാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഡെഡ് ലൈൻ എങ്ങനെയാണ് വർക്കാവുന്നത്. ഞാൻ നൗ കംസ് ദ റിയൽ പാർട്ട്. നമ്മളെ രജിസ്ട്രേഷനും നമ്മളെ ടൂർണമെൻറ്റിൻ്റെ ഡീറ്റെയിൽസും. ടൂർണമെൻറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടൂർണമെൻറ്റിൻ്റെ പേര് കേരള ബോളേഴ്സ് ലീഗ് എന്നാണ്. ആൻഡ് നമ്മൾ ഫിഫ ഫാൻറ്റസിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ അകത്തുള്ള നമ്മളെ ലീഗിലുള്ള ആൾക്കാരൊപ്പം നമുക്ക് ലീഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് അതിൻ്റെ അകത്ത് ആൾക്കാരെ കൂട്ടാൻ പറ്റും. പക്ഷേ നമുക്ക് അവരൊപ്പം കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ നമുക്കിപ്പോൾ ഒരു വിന്നർ ഉണ്ടാകുമ്പോൾ എന്തായാലും ഒബ്വിയസ്ലി കോൺടാക്റ്റ് ചെയ്യണമല്ലോ. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രജിസ്ട്രേഷൻ എന്ന സംഭവം തന്നെ കൊടുത്തിട്ടുള്ളത്. അതായത് ഞാൻ ഈ താഴെ കാണിക്കുന്ന നമ്പർ ഉണ്ടല്ലോ, ഇതിൻ്റെ നമ്പർ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് പോയിട്ട് നിങ്ങൾ ഒരു ഹായ് അയക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കുക. ഞാൻ നിങ്ങൾക്കൊരു ഫോം തരും, നിങ്ങളത് ഫില്ല് ചെയ്യുക. ആൻഡ് നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ലീഗിലേക്ക് അല്ലെങ്കിൽ കേരള ബോളേഴ്സ് ലീഗിലേക്ക് കയറാനുള്ള ഇൻവിറ്റേഷൻ ലിങ്ക് അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ കോഡ് നിങ്ങൾക്ക് അയച്ച് തരുന്നതാണ്. നിങ്ങൾ അത് കൃത്യമായിട്ട് അതിൽ കയറുക, ജോയിൻ ചെയ്യുക. ആൻഡ് നിങ്ങളെ പേര് ഞാൻ സേവ് ചെയ്യും. അതായത് നിങ്ങളെ രജിസ്ട്രേഷൻ എങ്ങനെ ഫില്ല് ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് നിങ്ങളെ പേരും പിന്നെ നിങ്ങളെ സ്ഥലവും പിന്നെ നിങ്ങളെ ഗെയിമിലുള്ള യൂസർ നെയിം. അതായത് നിങ്ങൾ ഇതിലോട്ട് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യൂസർ നെയിം അടിക്കാണ്ടാവും. ഇപ്പോൾ എൻ്റെ അലക്സിസ് അജാസ് എന്നാണ് എൻ്റെ യൂസർ നെയിം. അതുപോലെ നിങ്ങൾക്കൊരു യൂസർ നെയിം ഉണ്ടാവും, നിങ്ങളത് അടിച്ച് കയറുക. ആൻഡ് ഓർക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ യൂസർ നെയിം സെയിം ആയിരിക്കണം, എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. അതായത് ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് അടിച്ചിട്ട് നിങ്ങളെ യൂസർ നെയിം വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ആളെ മനസ്സിലാവില്ലല്ലോ. അതായത് ഞാനിപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ നിങ്ങളെ നമ്പർ സേവ് ചെയ്യും. നിങ്ങൾ തന്ന യൂസർ നെയിം വെച്ചിട്ട് ഞാൻ നമ്പർ സേവ് ചെയ്യും. ആൻഡ് എന്നിട്ട് നിങ്ങൾ കപ്പടിച്ചുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വെറുതെ കരുതുക, അതിപ്പോൾ അലക്സിസ് അജാസ് കപ്പടിച്ചു എന്ന് വിചാരിച്ചോളി. ഫസ്റ്റ് എത്തി, ലീഗ് അവസാനിക്കുമ്പോൾ ഫസ്റ്റ് എത്തുന്നത് അലക്സിസ് അജാസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അലക്സിസ് അജാസ് എന്ന് പറഞ്ഞ പേര് സെർച്ച് ചെയ്യുമ്പോൾ ആ ഒരു പേര് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക? അത് നിങ്ങൾ ആലോചിക്കണം. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങളെ മാച്ചിങ് ആയിട്ടുള്ള യൂസർ നെയിം ഇപ്പോൾ നമ്മളെ ഫിഫ ടീം ഉണ്ടാക്കുമ്പോൾ, ഇപ്പോൾ നമ്മളെ ഫാൻറ്റസി ലീഗിൽ ടീം ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ കൃത്യമായിട്ടുള്ള പേര് അതേ പേര് തന്നെ ആയിരിക്കണം നിങ്ങൾ രജിസ്ട്രേഷൻ ഫോമിൽ തരേണ്ടത്. മനസ്സിലായില്ലേ? സോ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ലിങ്കിലോട്ട് കയറിയാൽ നിങ്ങൾക്ക് എൻ്റെ ടൂർണമെൻറ്റിലോട്ട് ജോയിൻ ചെയ്യാൻ കഴിയും. ആൻഡ് ജോയിൻ ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ നമ്മളെ കേരള ബോളേഴ്സ് ലീഗിൻ്റെ വാട്സപ്പ് ചാനലിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ആൻഡ് ഫ്രം ദെയർ പല അപ്ഡേറ്റ്സും അതുപോലെ നമുക്ക് ലൈവൊക്കെ നടത്തണമെന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ലൈവ് സ്ട്രീമുകൾ നടത്തണമെന്നുണ്ട്. അതിനോടൊപ്പം നമുക്ക് ചാറ്റ് ചെയ്യാം, അതുപോലെ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ. ആൻഡ് നൗ ദ മെയിൻ തിങ്, ദ പ്രൈസ്. എനിക്കിതിൽ നിന്ന് ഒരു ലാഭമോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു തേങ്ങ എനിക്ക് കിട്ടുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു എൻജോയ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മളെ കുറച്ച് ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ പല പ്രായക്കാരുണ്ടാവും, പക്ഷെ നമുക്ക് കുറച്ചുകൂടി ഹരം ഉണ്ടാവും. നമ്മൾ വേൾഡ് കപ്പ് കാണുമ്പോൾ നമുക്കൊരു കുറച്ചുകൂടി എക്സൈറ്റ്മെൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു മാർഗ്ഗമാണ് ഇത്. ഞാൻ വെറും ഒരു +2 പഠിക്കുന്ന ചെക്കനാണ്, എനിക്ക് അധികം വരുമാനങ്ങൾ അങ്ങനെയൊന്നുമില്ല. പക്ഷേ എനിക്കൊരു ഫുട്ബോളിനോടുള്ള അത്രയും ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഈ സംഭവം നടത്തുന്നത് തന്നെ. നമ്മളെ നാട്ടിൽ കുറച്ചുകൂടി നല്ലൊരു ഫുട്ബോൾ കൾച്ചർ വേണമെന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടി നടത്തുന്നത്. സോ പ്രൈസ് എന്ന് പറയുന്നത്, തൽക്കാലം ഞാൻ പ്രൈസ് എത്ര വിചാരിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മളെ ചാമ്പ്യന്, നമ്മളെ ഫസ്റ്റ് എത്തുന്ന ആൾക്ക് 3K ആണ്. അത് 3000 രൂപയാണ് ഫസ്റ്റ് എത്തുന്ന ആൾക്ക് കിട്ടാൻ പോകുന്നത്. അത് നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞ സ്റ്റെപ്പുകൾ ചെയ്യുക, അതിൽ കയറുക, എന്നിട്ട് നല്ല ടീം ഉണ്ടാക്കുക. നിങ്ങൾ ഐഡിയക്ക് അനുസരിച്ച് ആർക്കാണ് കൂടുതൽ ഐഡിയ ഉള്ളതെന്ന് വെച്ചാൽ, ആർക്കാണ് കൂടുതൽ ബോൾ നോളജ് ഉള്ളതെന്ന് വെച്ചാൽ അവർക്കാണ് വിന്നേഴ്സ് ആവാൻ സാധിക്കുക. സോ ഞാൻ പറയുന്നത് ഫസ്റ്റ് എത്തുന്നവർക്ക് 3K, സെക്കൻഡ് എത്തുന്നവർക്ക് 1.5K, 1500 രൂപ സെക്കൻഡ് പ്ലേസിന് കിട്ടും. പിന്നെ തേർഡ് പ്ലേസിന് 4th പ്ലേസിനും 5th പ്ലേസിനും 500 രൂപ വെച്ചിട്ടാണ് വിചാരിച്ചിട്ടുള്ളത് തൽക്കാലം. ചിലപ്പോൾ അതിൽ മാറ്റം വരാം. അതായത് ഫസ്റ്റും സെക്കൻഡും മാറില്ല, ചിലപ്പോൾ 3rd 4th 5th എന്നുള്ളത് ചിലപ്പോൾ മാറിയേക്കാം, ചെറിയൊരു ചാൻസ് ഉണ്ട് മാറിയേക്കാം. കാരണം ഫസ്റ്റും സെക്കൻഡും മാറില്ല, അത് നിങ്ങൾ പേടിക്കണ്ട. പിന്നെ ഓരോ റൗണ്ടിലും ഫസ്റ്റ് എത്തുന്ന ആൾക്ക്, അതായത് ഫസ്റ്റ് റൗണ്ടിൽ ഫസ്റ്റ് എത്തുന്ന ആൾക്കും സെക്കൻഡ് റൗണ്ടിൽ ഫസ്റ്റ് എത്തുന്ന ആൾക്കും അങ്ങനെ ഓരോരുത്തർക്കായിട്ട് പ്രൈസസ് വേണമെന്നൊക്കെ ഞാൻ ചിന്തിക്കട്ടെ. ചെറിയ വല്ലതും കൊടുക്കാം, മേ ബി ഒരു 50 രൂപ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആക്കിയിട്ട് നമുക്ക് നോക്കാം. കാരണം ഇത് നിങ്ങൾ മനസ്സിലാക്കണം, നമുക്കൊരു
ഫണ്ണായിട്ട് നമുക്കൊരു ഇതെന്തായാലും ഞാൻ ഇതിനെക്കുറിച്ച് എല്ലാ റൗണ്ടിനെ കുറിച്ച് നമ്മളിങ്ങനെ വീഡിയോസ് വരുന്നതാണ്. യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഒക്കെ വരും. അതുകൊണ്ട് സ്റ്റേ ട്യൂൺഡ് ആൻഡ് കൂടാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടിക്കോളി. ഇറ്റ്സ് ഗോണ ബി എ ഹെൽ ഓഫ് എ റൈഡ്. ഭയങ്കര രസമായിരിക്കും. ഈ ഫുള്ള് വേൾഡ് കപ്പ് സീസൺ ഭയങ്കര അടിപൊളിയായിരിക്കും. ഞാൻ ഇൻഷാ അല്ലാഹ് ഇനി ലൈവ് ചെയ്യാനുള്ള സാമഗ്രികളൊക്കെ റെഡിയാക്കണം ആൻഡ് ഒരുപോലെ വിളിക്കണം. എന്തായാലും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ആൻഡ് എല്ലാതും ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ ചോദിച്ചാൽ മതി. ഞാൻ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ സ്കൂളിലോട്ട് പോകുന്നൊരു കുട്ടിയാണ്. കണ്ടാൽ പറയില്ല എന്നുള്ളൂ. ഞാൻ സ്കൂളിലോട്ട് പോകുന്ന കുട്ടിയാണ്. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, സ്കൂൾ ടൈം അല്ലാത്ത സമയത്ത് എന്തായാലും ഞാൻ ആക്റ്റീവ് ആയിരിക്കും. നിങ്ങൾ ചോദിക്കുന്നതിനൊക്കെ ഞാൻ ഉത്തരം പറയുന്നതായിരിക്കും. സോ താങ്ക് യു ഗൈസ്. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. എനിക്ക് ഇതുപോലെ ഫുട്ബോൾ കണ്ടൻറ്റ് ചെയ്യാൻ ഭയങ്കര താല്പര്യമുള്ള ഒരു കുട്ടിയാണ്, ഒരു ചെക്കനാണ്. സോ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹോപ്പ് യു ലൈക്ക് ദിസ് ആൻഡ് ഇതുപോലെ ഇനി മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. സോ താങ്ക് യു.